ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചുള്ള ക്യൂസാണ്, ചോദ്യോത്തരങ്ങളാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ സൗത്ത് കൊറിയ, കോങ്കോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഗാന്ധിജി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി സുബേദാർ. ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്, എവിടെ നിന്നും? 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? അമൃത്സർ. 1919 ഏപ്രിൽ 13. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ദണ്ഡി, കടപ്പുറം, ഗുജറാത്ത്. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി KPR ഗോപാലൻ. ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ? സ്വാമി വിവേകാനന്ദൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? അമൃത്സർ. 1919 ഏപ്രിൽ 13. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? രവീന്ദ്രനാഥ ടാക്കൂർ. ദേശീയഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് രാം സിംഗ് താക്കൂർ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം. ഇന്ത്യൻ നാവിക കലാപം. ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആര്? അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ ഉദ്ധം സിംഗ് ആണ് ഇയാളെ വെടിവെച്ചു കൊന്നത്. ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി വിശേഷിപ്പിച്ചത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ? 61-ാം വയസ്സിൽ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ? ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കുണ്ട്രവിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര്? വേലുത്തമ്പി ദളവ. ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? 1911 ഡിസംബർ 27. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട
കൽക്കട്ട സമ്മേളനത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഗാനം എഴുതിയത് ആര്? നരസിംഹ മേത്ത. റൗലത്ത് ആക്ട് പാസാക്കിയ വർഷം 1919. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. മഹാത്മാഗാന്ധിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്? 14. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. അഭിവാദ്യത്തിന് ആദ്യമായി ജയ് ഹിന്ദ് എന്ന് ഉപയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഗസ്റ്റ് വിപ്ലവം, ഓഗസ്റ്റ് ക്രാന്തി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ. ഗാന്ധിജിയുടെ പത്രമാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? ബാലഗംഗാധർ തിലക്. സാരി ജഹാൻ സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്ന് രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? സ്വതന്ത്ര ഭാരതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? 140 മിനിറ്റ്. ബംഗാൾ മുഴുവനും വിലാപദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം, വേദി 1901 കൊൽക്കട്ട സമ്മേളനമാണ്. 1901 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദിൻഷായി വാജ. മുസ്ലിം ലീഗ് സ്ഥാപിതമായതെന്ന്? 1906 ഡിസംബർ 30. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം 1906 ആഫ്രിക്കയിൽ. 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാര്? ഗാന്ധിജി. 1905 ബനാറസ് സമ്മേളനത്തിലെ INC പ്രസിഡന്റ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട വർഷം 1902. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? സ്വാമി വിവേകാനന്ദൻ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചതാര്? PC റോയ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭു. ഏത് പ്രഭുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കഴ്സൺ പ്രഭു രാജിവെച്ചത്? ലോർഡ് കിച്ച്നർ. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആര്? റൊണാൾഡ് ഷാ. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ അംഗീകാരം ലഭിച്ചതെന്ന്? 1947 ജൂലൈ 18. ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ച വർഷം 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയെ അംഗീകരിച്ച വർഷം 1949 നവംബർ 26. സ്വാതന്ത്ര്യത്തിനു മുൻപ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിലെ അംഗമായ സ്വാതന്ത്ര്യ സമര നേതാവ് തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതിയായി. ആരാണത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാഷ്ട്രപതി എന്ന നിലയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരുവനന്തപുരം സന്ദർശിച്ചത് എന്നാണ്? 1951 മാർച്ച് 21. രാജേന്ദ്ര പ്രസാദിന്
മുൻപ് തിരുവനന്തപുരം സന്ദർശിച്ച സ്വാതന്ത്ര്യ ഇന്ത്യയിലെ 2 ഗവർണർ ജനറൽമാർ മൗണ്ട് ബാറ്റൻ പ്രഭു, സി രാജഗോപാലാചാരി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഒരാളാണ്. ആരാണത്? മൗണ്ട് ബാറ്റൻ പ്രഭു. രാഷ്ട്രപതി എന്ന നിലയിൽ എത്തിയ രാജേന്ദ്ര പ്രസാദിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. പാളയത്തെ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തതും വേലുത്തമ്പിയുടെ വാൾ ഏറ്റുവാങ്ങി ഡൽഹിക്ക് കൊണ്ടുപോയതും ഏതു രാഷ്ട്രപതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജഭരണം കണ്ടുകിട്ടിയ സ്വദേശാഭിമാനി പ്രസ് ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയ രാഷ്ട്രപതി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ പരാമർശിച്ച മലയാളി? GP പിള്ള. ഒരേ ഒരു മലയാളിയാണത്. ഗാന്ധിജി ജയിലിലായിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളിയാണ് ജോർജ് ജോസഫ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്ട് ഗാന്ധിജി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് K. മാധവൻ നായർ. ആദ്യ കേരള സന്ദർശനത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന നേതാവാണ് ഷൗക്കത്ത് അലി. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ 1925 തിരുവിതാംകൂറിലെ ഭരണാധികാരി, അന്ന് റീജൻ ഭരണമാണ് കേരളത്തിൽ, റീജൻ റാണി സേതു ലക്ഷ്മിബായി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് K. കേളപ്പൻ. 1934 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഡാഷ് എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന ചെയ്തത് വടകരയിൽ വെച്ചാണ്. ഹരിജൻ ഫണ്ട് പിരിക്കാനാണ് അപ്രാവശ്യം ഗാന്ധിജി കേരളത്തിൽ വന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 1934 ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ തന്റെ ആഭരണങ്ങൾ ഊരി നൽകിയ ആ പെൺകുട്ടി ആരാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ മാറ്റാം. കൗമുദി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള സന്ദർശനം എന്നായിരുന്നു? 1937. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. കേരള സന്ദർശനത്തിനിടെ വെങ്ങാനൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെ? അയ്യങ്കാളിയെ. ആകെ 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഏതൊക്കെ വർഷങ്ങളാണെന്നാണ്? 1920, 1925, 1927, 1934, 1937. കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് K. കേളപ്പൻ. ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് C. കൃഷ്ണൻ നായർ. കേരളത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ. മഹാത്മജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് ആര്? സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ളയാണ്. പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ട ഗാന്ധിജിയുടെ ആദ്യ ജീവചരിത്രമാണ് നമ്മളുടെ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ജോർജ് ഇരുമ്പയം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. ഗാന്ധിജി അന്തരിച്ചപ്പോൾ വള്ളത്തോൾ മനംനൊന്ത് രചിച്ച കാവ്യമാണ് ബാപ്പുജി. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് C. ശങ്കരൻ നായർ. മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ഗാന്ധിജിയുടെ അവസാന നാളുകൾ എന്ന കൃതി രചിച്ചത് KN ദാമോദരൻ നായർ. തിരുക്കൊച്ചി സർക്കാർ ഗാന്ധി മെമ്മോറിയൽ പണി കഴിപ്പിച്ചത് എവിടെ? കന്യാകുമാരി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് അനുബന്ധിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ. ഇനി ഇതിന്റെ ഇംഗ്ലീഷ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ പോസ്റ്റിന് താഴെയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയോ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.